ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, പക്ക കൊമേഴ്ഷ്യൽ, ഫുള്ളി എൻഗേജിങ്. സിനിമ ഏതാന്നല്ലേ? ബേസിൽ ജോസഫും ടൊവിനോ തോമസും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അതിരടി എന്ന പുതിയ സിനിമ. ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്, ഫുള്ളി എൻഗേജിങ്, പക്ക ത്രില്ലർ, അടിപൊളി നല്ലൊരു മൂവിയായിട്ട് നമുക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് ഗംഭീരമായി നമുക്ക് ഈ വെക്കേഷൻ മൂഡിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ലേ, അത്തരം മൂഡിൽ അടിച്ചു പൊളിക്കാവുന്ന ഒരു സിനിമ. നമ്മുടെ ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമയാണ്. അരുൺ അനിരുദ്ധൻ ആണ് ഇതിൻ്റെ സംവിധാനം. തിരക്കഥയിലും അരുണുണ്ട്, അതുപോലെ തന്നെ പോൾസൺ സ്കറിയ. ഇവരുടെ സ്ക്രിപ്റ്റാണ്, ഗംഭീര സ്ക്രിപ്റ്റാണ്. കാരണം ഒരു സിനിമയ്ക്ക് നമ്മളെപ്പോഴും പറയില്ലേ, ഒരു സിനിമയ്ക്ക് ഏറ്റവും അതിൻ്റെ ബേസ് എന്തെന്നാണ്, അത് ഒരു കെട്ടുറപ്പുള്ള തിരക്കഥയാണ്. ആ തിരക്കഥ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ മറ്റു മേഖലകൾ കൂടി ഒരുമിച്ച് ചേരുമ്പോൾ അത് ഗംഭീരമാവുന്നു. അതായത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സാമുവൽ ഹെൻറിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമ എനിക്ക് അറിയില്ല, പക്ഷേ കിടുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്യാമറ കൊണ്ടൊക്കെ എമ്മാതിരി കളിയാണ് കളിച്ചിരിക്കുന്നത്. നമുക്ക് സിനിമ ഇങ്ങനെ കാണുമ്പോൾ സിനിമ ഒരു വല്ലാത്ത അനുഭവം ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ ആ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നു. ചമൻ ചാക്കോ ആണ് എഡിറ്റിങ്. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് വിസ്മയം തീർത്തിരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു വിജയിൻ്റെ മ്യൂസിക് സിനിമയ്ക്ക് ചേർന്ന് പോകുന്നു. ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രവും അതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെ കഥാപാത്രമൊക്കെ ശരിക്കും ചിത്രത്തിൽ അഴിഞ്ഞാടിയിരിക്കുകയാണ്. അവരങ്ങോട്ട് സംവിധായകൻ സ്വതന്ത്രമായി വിട്ട പോലെയാണ്.